എൻ്റെ നിക്കാഹ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായതായിരുന്നു. ഈ റൂമിനുള്ളിരിക്കുന്ന ഞാൻ എന്ത് സർപ്രൈസ് ആണെന്ന് കൊടുക്കുന്ന ആലോചിക്കുമ്പോഴാണ് റൂമിൻ്റെ വിൻഡോയിൽ നോക്കുമ്പോൾ ഗിഫ്റ്റ്സ് എന്ന് എഴുതിയിട്ട് കണ്ടത്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതൊരു ഗിഫ്റ്റ് ഷോപ്പ് ആയിരിക്കുമെന്ന്. ഞാനിവിടെ വന്നപ്പോൾ ഇതുവരെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഒറ്റയ്ക്കൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല. എന്തായാലും ഇന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും നോക്കിയില്ല, അങ്ങ് കീഞ്ഞു വാങ്ങാൻ വേണ്ടിയിട്ട്. ആ ഷോപ്പിലേക്ക് പോയിട്ടോ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഗിഫ്റ്റ്സ് എന്നൊക്കെ വെറുതെ എഴുതിയതായിരുന്നു. അത് വെറും ഒരു മൊബൈൽ ഷോപ്പായിരുന്നു. ഫസ്റ്റ് ടൈം പുറത്തിറങ്ങിയതുകൊണ്ട് തന്നെ എവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നേ ഉണ്ടായിട്ടില്ല. അവിടെ എവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഫുൾ കൺഫ്യൂഷനായിരുന്നു. എനിക്ക് എൻ്റെ റൂം തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അഴിതിരിഞ്ഞൊരു ബക്കാര കണ്ടെത്തി. ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ബലൂൺസാ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കാത്തല്ലേ വാങ്ങി അങ്ങ് റൂമിലേക്ക് തിരിച്ചു വന്ന്. വാങ്ങാൻ വിചാരിച്ചത് വേറൊന്നായിരുന്നു, വാങ്ങിയത് മറ്റൊന്നും. എന്തായാലും ഇല്ലത് കൊണ്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. നല്ല റെഡ് ബലൂൺസൊക്കെ വാങ്ങി റൂമിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഫസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേൻ്റെ ക്യാൻഡിലും സെല്ലോ ടാപ്പും 2 കപ്പ് കേക്കും പിന്നെ ഒരു ലൈറ്ററും കൂടി വാങ്ങി. ഒരുപാട് അരഞ്ഞു തിരിഞ്ഞ് ഈ ഒരു സാധനമായിരുന്നു കിട്ടിയത്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഫെയറി ലൈറ്റ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്രാഫ്റ്റൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അതിൽ ഇതിനത് ഉപകാരമായി. പിന്നെ എൻ്റെ ഐഡിയ വെച്ച് ഇല്ല സാധനം കൊണ്ടൊക്കെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് നട്ട്സ് ഇട്ട് വെക്കുന്നൊരു ജാറാണ്. ഒരു ഫെയറി ലൈറ്റ് എടുത്ത് ഇതിനകത്ത് വെച്ച് ഇതിനൊരു ഡെക്കറാക്കി മാറ്റാമെന്ന് വിചാരിച്ചു. എന്തായാലും സംഭവം നല്ല വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് വേറൊരു ജാറും ഉണ്ടായിരുന്നു. മസാല ഒക്കെ ഇട്ട് വെക്കുന്ന ജാറാണിത്. ഇതും അങ്ങ് ഡെക്കറേറ്റ് ചെയ്യാന്നെടുത്ത്. ഇതിലും സെയിം പ്രോസസ്സ് തന്നെ. ഫെയറി ലൈറ്റ് അങ്ങ് ഇട്ട് വെച്ചു. ഇതും കാണാൻ നല്ലൊരു അടിപൊളി ഡെക്കറായിട്ടുണ്ട്. പിന്നെ പുതിയ ബെഡ്ഷീറ്റൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് വിരിച്ച് റൂമൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ടേബിൾ സെറ്റിൻ്റെ ഈ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്കാക്കി. പിന്നെ നമ്മളെ ബർത്ത്ഡേ ക്യാൻഡിൽ. ശരിക്കും ഈ ഒരു ബർത്ത്ഡേ ക്യാൻഡിൽ വാങ്ങിയത് വെറുതെ ആയിപ്പോയി നമുക്ക് വിചാരിച്ചു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് കേക്കിൻ്റെ മുകളിൽ കുത്താനേ പറ്റുള്ളൂ, മറിച്ചാൽ പറ്റുന്നില്ല. ഈ ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ടൊരു ഹാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു അതിൻ്റെ മീറ്റ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ശരിക്കും ഈ ഒരു ക്യാൻഡിലിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. പിന്നെ കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് വാങ്ങിയതല്ലേ, അതുകൊണ്ട് ഇതൊന്ന് കത്തിച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ വിചാരിച്ചെൻ്റെ റെഡ് ബലൂൺസ് കിട്ടിയില്ല. ഈ ഒരു വാളിൽ ഫെയറി ലൈറ്റ് കൊണ്ട് ഒരു ലവ് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? കറക്റ്റ് ലവ് ഷോപ്പ് തന്നെ വന്നില്ലേ? ബാക്കി തന്ന ഫെയറി ലൈറ്റ് ആ ടേബിളിലും കൂടി അങ്ങ് ചുറ്റിച്ചു കൊടുത്തു. ഈ ഒരു കപ്പ് കേക്ക് ഈ ഒന്നിൽ 2 എണ്ണാണ് വരുന്നത്. 2 ക്യാൻഡിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മൾ ടിഷ്യൂ ഹാക്കില്ലേ അതൊന്ന് ചെയ്യാം. നമ്മൾ ടിഷ്യൂൻ്റെ ഫ്ലവർ ഡിന്നറിനൊക്കെ ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ വെക്കാൻ പറ്റിയ സാധനം. അപ്പോൾ ഇതും കൂടി അങ്ങ് ഇരുന്നോട്ടെ. പിന്നെ ഞാൻ ഗിഫ്റ്റായിട്ട് ഈ ഒരു ടീഷർട്ടാണ് വാങ്ങിയത്. ആൾക്ക് മാത്രമല്ല എനിക്കും വാങ്ങിയിരുന്നു ഞാൻ. കാരണം ആനിവേഴ്സറി അല്ലേ, 2ആൾക്കും വേണ്ടേ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴേ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു. ഇനി നമ്മളെ മെയിനായിട്ടുള്ള താരം നല്ല ചീസൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി മാഗി റെഡിയാക്കി. ആൾക്ക് ഈ ചീസിട്ട മാഗി ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. പിന്നെ എനിക്കിതിൽ എൻ്റെ ഫ്ലവർ വെക്കാൻ മറന്നുപോയി. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ആ ഒരു ഫ്ലവർ ഇല്ലേ, ആ റോസ്, അത് വെക്കാനായിരുന്നു ആ ഒരു സ്പേസ് അവിടെ വിട്ടത്. പക്ഷെ അത് വെക്കാൻ എനിക്ക് മറന്നുപോയി. എന്തായാലും ബലൂൺസ് ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു സർപ്രൈസ് ഡിന്നർ ഡേറ്റ് പോലെ ആയി. ഇതെനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇതാക്കി വെച്ച ആളെ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു. കാരണം ഇന്നാൾ പതിവിനും ലേറ്റായി. മെഴുകുതിരി ഒരേ കെടുത്തുന്നു, കത്തിക്കുന്നു, പിന്നെയും കത്തിക്കുന്നു, കെടുത്തുന്നു. എല്ലാം ഹസ്ബൻഡ് എത്തുമ്പോഴേക്കും മെഴുകുതിരിക്ക് അങ്ങ് ഉരുകി തീർന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ക്യാൻഡിൽസ് ഇട്ടിട്ടാണോ രസം അല്ല ഇല്ലാണ്ടാണോ? ക്യാൻഡിൽസ് ഇട്ടിട്ടാകുമ്പോൾ ഒന്നുകൂടി ഒരു ഭംഗിയുണ്ടെന്ന് തോന്നുന്നല്ലേ. എന്തായാലും വാങ്ങിയത് വെറുതെ എന്ന് വിചാരിച്ചത് വെറുതെ ആയി. രാവിലെ മുതലേ വെയിറ്റിംഗ് ആയിരുന്നു ആൾ ഈ ഒരു റിയാക്ഷന് വേണ്ടിയിട്ട്. എന്തായിരിക്കും റിയാക്ഷൻ? ആൾക്ക് വേറെ ഒന്നും കണ്ടില്ല. ആൾക്ക് കണ്ടത് മാഗിയിൽ ചീസില്ലത് മാത്രം. എന്തായാലും ആൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ശരിക്കും ഒന്ന് സർപ്രൈസായി.